അധ്യായം 44. നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾക്ക് സ്വന്തമെന്ന് കരുതിയതെല്ലാം നാളെകളിൽ നമ്മൾക്ക് പകരമായി മറ്റാരുടെയെങ്കിലും ആയേക്കാം. നമ്മൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുമാകാം നഷ്ടങ്ങൾ സംഭവിക്കുക. മുന്നോട്ട് പോകണമെങ്കിൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മുടെ പക്കലുള്ള വിലപിടിപ്പുള്ള പലതും നമ്മൾ വിൽക്കാറുണ്ടല്ലോ. വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച പലതും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടമായെന്ന് വരാം. പ്രകൃതി ദുരന്തം വഴി എത്രയോ മനുഷ്യരുടെ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയത്. ഇന്നത്തെ നഷ്ടങ്ങൾ ഓരോന്നും നാളുകളിൽ അതിനേക്കാൾ വലുത് നേടാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ കാരണമാകട്ടെ. നഷ്ടങ്ങളെ തളർന്നിരുന്നാൽ നമ്മൾക്ക് ഒന്നും തന്നെ നേടാൻ കഴിയില്ല. നഷ്ടങ്ങൾ ആർക്ക് എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ആർക്കും കൃത്യമായി പറയാൻ സാധിച്ചെന്ന് വരില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നഷ്ടവും ഓരോരുത്തരിലും വളരെയേറെ സങ്കടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സങ്കടങ്ങളെ അകറ്റാനുള്ള മാർഗം എന്നത് നമ്മുടെ കഴിവും സമയവും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. നഷ്ടങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം. മനുഷ്യരുടെ മരണം വഴിയുള്ള വേർപാട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. മരണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും ആർജിച്ച തിരിച്ചറിവുകളാണ് ഇന്നിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന് പ്രധാന കാരണമായിട്ടുള്ളത്. നഷ്ടങ്ങളിൽ സങ്കടപ്പെടാതെ കൂടുതൽ നേട്ടങ്ങൾക്കായി അഹോരാത്രം കഷ്ടപ്പെടാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ.